മഹാരാജ സിനിമകളും ഇജാതി പടം ഇവിടെയാണെങ്കിൽ തിയേറ്ററിൽ ഇപ്പോഴാണ് മൈര വാങ്ങിയത്. ഓരോ ട്വിസ്റ്റ് ടേൺസ് ഒക്കെ ആണെങ്കിലും നോൺ ലീനിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കണം. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് ഒരു മടുപ്പ് തോന്നില്ല. കാരണം നമ്മളെ ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, അതായത് നോർമലായിട്ടൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് പോകുന്നത്. പിന്നെ ഇൻട്രോലിന് ശേഷമാണ് പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് എന്താ നടക്കണെന്നേ അറിയണ്ടാക്കിയിട്ട് അവസാനം അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റൈൽ ഓഫ് സ്ക്രീൻ പ്ലേ അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ പ്രധാന എടുത്തു പറയാനുള്ളത് ഹീറോ വില്ലൻ ആ ഒരു സംഭവം ഉണ്ടല്ലോ, വിജയ് സേതുപതിയും അനുരാഗ് കശ്യപും ആ കോംബോ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ട്. എടുത്തു പറയാനുള്ളത് ആ ഒരു അനുരാഗ് കശ്യപിന്റെ റോള്, ആ ഒരു സൈക്കോ ആയിട്ട് മറ്റേ ലിയോയിലൊക്കെ ഇല്ല രണ്ടുപേര്, അതേപോലെ ഒരു സെറ്റപ്പാണ്. പക്ഷെ ലിയോയിൽ അത്ര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഇതിൽ അതൊരു ബ്ലെൻഡ് ചെയ്ത് പോയിട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട്. അതായത് ഇവര് ശരിക്കും ആ ഒരു വൈബിൽ തന്നെ ആ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ലിയോയിലൊക്കെ ആണെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് കുത്തിക്കയറ്റിയ ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തന്നത്. സൈക്കോൾ ഇങ്ങനെയാണ് ഇന്ന് അടിച്ചേൽപ്പിക്കണ പോലെയാണ് അതിൽ പറഞ്ഞത്. പക്ഷെ ഇതങ്ങനെയല്ല, നാച്ചുറലായിട്ടൊരു ഗ്യാങ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യണം അത് കറക്റ്റായിട്ട് അവർ അതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ എൻ്റെ കശവാണ്. കാരണം പുള്ളി പാവമായിട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഇതും വ്യത്യാസം ലൈക്ക് എവിഡൻ്റ് ആവില്ല. പാവുകയും സൈക്കോൺ രണ്ട് സ്വിച്ചിങ് ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട്. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു പ്ലസ് ആയിട്ട് ഈ പടത്തിന് വന്നിട്ടുണ്ട്. പിന്നെ അറിയാലോ വിജയ് സേതുപതി പറയേണ്ട ആവശ്യമില്ല. പുള്ളി ഇപ്പം ഈ അടുത്ത് കുറേ ഫ്ലോപ്സ് തന്നിട്ട് വീണ്ടും ആ പഴയ ട്രാക്കിലെത്തിയതിന് ഡോസ്. അപ്പോൾ പുള്ളി ഇങ്ങനെയുള്ള പടങ്ങൾ ചൂസ് ചെയ്യണമെന്നാണ് പൊതുവെ എൻ്റെ ഒരു അഭിപ്രായം. മീൻസ് അല്ല, എന്താ പറഞ്ഞാൽ ഇപ്പം അയാൾ ഒന്നാമത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോന്നൊരു ഡൗട്ട്. കാരണം എല്ലാ പടത്തിലെ ഒരു സോ കോൾഡ് വില്ലൻ ആ ഒരു റോള് മടുത്ത് എല്ലാവരും കണ്ട് മടുത്തുള്ളത് പറയാമല്ലോ. പിന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വില്ലനസം ചെയ്യണമെങ്കിൽ ഓക്കെയാണ്. പിന്നെ വിജയ് സേതു സംബന്ധിച്ച് ആ പുള്ളിക്ക് എല്ലാം വഴങ്ങും. ഇതൊക്കെ ടൈലർ മെയ്ഡ് സാധനമാണ്. പുള്ളിക്ക് അങ്ങോട്ട് സുഖമായിട്ട് ചെയ്യാം. ഇതിൽ മറ്റൊരു പുള്ളിക്കൊരു പവറുണ്ട്, അതൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ സലാറിനെ ഓർത്തു പോവുകയാണ് ഗൈസ്. സലാർ അതിലൊക്കെ ഡമ്മിയാക്കി ഇട്ട സീനൊക്കെ ഇതിൽ എല്ലാം മാസമാക്കി ഇടാണ് അവർ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ വളരെ രസമുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുറേ സിനിമയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്, അതായത് മുമ്പ് സിനിമയിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട പല കാര്യങ്ങളെയും വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവന്ന് അതിനെ എന്താ പറയുക പൊടി തട്ടിയെടുത്ത് ഇതിങ്ങനെയും ചെയ്യാം എന്ന് കാണിച്ചതെന്ന് കയ്യടി വാങ്ങിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും. പിന്നെ എടുത്തു പറയാനുള്ളതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റാണ്. ഞാൻ വിചാരിച്ചു ഇത് ഒരു നോർമൽ സോ കോൾഡ് മൂവി പോലെ എൻഡ് ചെയ്യും. പ്രത്യേകിച്ചൊരു അതായത് കുറേ ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ടൈമിലാണ് ഇവർ കറക്റ്റായി അടിച്ചത്. അത് നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു പോയിന്റിൽ നമ്മളെ ഇരട്ട കണ്ടിട്ടുള്ളവർക്കറിയാം ആ ഒരു ഫീലിംഗ്. പക്ഷെ അതിൻ്റെ അത്ര ഇല്ല എങ്കിലും കൈൻഡ് ഓഫ് സിമിലറാണ്. നമ്മൾ കുറച്ച് നേരത്തേക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കും. അത് അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടു പോകത്തില്ല.